ഗൾഫിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ എടാ നീ ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതല്ലേ? നിനക്കാണ് എന്തായാലും കിട്ടുകയും ചെയ്യും. അത് ആവണ നോക്കിയിട്ട് പോരടാ ഈ പോണതൊക്കെ. എടാ ഈ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര കോമഡി അല്ലടാ. അത് നോക്കിക്കൊണ്ടിരുന്ന എന്റെ വീട് ബാങ്കുകാർ കൊണ്ടുപോകും. പിന്നെ ദിവസം രാവിലെ നാട്ടുകാർ വന്ന് തെറിവിളിയും തുടങ്ങും. ഇതൊന്നും കേൾക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ മാമന്റെ കൂടെ ഗൾഫിൽ പോകാൻ തീരുമാനം. പോകാണ്ടിരിക്കാൻ പറ്റൂലടാ. വീട്ടിൽ നല്ല പ്രഷറുണ്ട്. അത് മാത്രമല്ല എന്റെ അപ്പനോട് ഇടയ്ക്ക് അംബാനിയാവാൻ നോക്കി എന്റെ കുറെ ബാധ്യതകളുണ്ട്. ഇതൊക്കെ തീർക്കാതെ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ്. എടാ ഒരുത്ത സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ എന്തൊരു ഗതിയില്ലാത്തവനായിരിക്കും. പ്രത്യേകിച്ച് ഉപദേശം തരാനൊന്നുമില്ല. പഴയപോലെ കുരുത്തക്കേടൊന്നും ഒപ്പിച്ചു വെക്കരുത്. നിന്റെ കൂടെ തല്ലു കൊള്ളാനും പാര വെക്കാനൊന്നും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ആ ഗേറ്റ് കിടന്നു ഞാൻ പിന്നെ ഒരു പച്ച പ്രവാസിയായിരിക്കും. അപ്പൊ എന്തായാലും ശരീരം കൊണ്ട് മാത്രമേ ഉള്ളൂ. മനസ്സ് ഞാൻ നിന്റെ നാളെ എന്റെ ഫ്രണ്ട് സീറ്റിൽ വെച്ചിട്ടുണ്ട്. ശരിയടാ, അപ്പൊ ഞാൻ പോയി. ഇന്ന് ഞാൻ ചിലപ്പോ